വിനോദസഞ്ചാരികൾക്കായി തുടങ്ങുന്ന സീ പ്ലെയിൻ സർവീസ് കൊച്ചി ബോൾഗാട്ടി മറീനയ്ക്ക് സമീപം കായലിൽ അല്പസമയം മുമ്പ് ലാൻഡ് ചെയ്തു. നാളെയാണ് പദ്ധതിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കുക. ജോഷി കുരനാട് വിവരങ്ങളുമായി ചേരുന്ന ജോഷി, വിനോദസഞ്ചാര രംഗത്തെ ഒരു പുതിയ ചുവടുവയ്പ്പാണ് ഈ സീ പ്ലെയിൻ. നമ്മൾ ഏറെക്കാലം കാത്തിരുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ടത്. അതോടൊപ്പം തന്നെ ഇടുക്കിയിലേക്ക് നേരിട്ട് പറന്നിറങ്ങാൻ സാധിക്കുമെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. എല്ലാവർക്കും ആകാംക്ഷയുള്ള ഒരു കാര്യം ഇതിന്റെ ടിക്കറ്റ് നിരക്കൊക്കെ എങ്ങനെയായിരിക്കുമെന്നതാണ്. സ്വാഭാവികമായ ഒരു തുടക്കം എന്ന നിലയിൽ കൂടി തന്നെയാണ് ഇതിനെ കാണുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് പറയേണ്ടതാണ്. സർക്കാരൊക്കെ തന്നെ ഇതിന്റെ ഈ ടൂറിസം സർക്യൂട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചുകൂടി അതിനെ ആലോചിക്കേണ്ടതാണ്. ഒരു പരീക്ഷണാടിസ്ഥാനത്തെ നിലയിൽ കൂടി തന്നെയാണ് ഇതിനെ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് സ്വാഭാവികമായും കേരളത്തിന്റെ വിനോദസഞ്ചാര രംഗത്ത് ഒരു വലിയ മാറ്റത്തിന് തുടക്കമാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സീപ്ലെയിൻ ഇപ്പോൾ ഈ എറണാകുളത്തിന്റെ കൊച്ചിയുടെ ജലത്തെ തൊട്ട് കഴിഞ്ഞു. ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട ടൂറിസം സംരംഭകരടക്കം ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും കൊച്ചിയിലെ അടക്കമുള്ള ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെയുണ്ട്. ഹോട്ടൽ അസോസിയേഷന്റെ ആളുകളൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെയുണ്ട്. അവരൊക്കെ തന്നെ സ്വാഭാവികമായും ഇത്തരത്തിലൊരു വിനോദസഞ്ചാരത്തിന്റെ സാധ്യതകൾ കൂടി തന്നെയാണ് ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത്. അവർ പ്രധാനമായും പ്രതീക്ഷിക്കുന്നത് ഈ കേരളത്തിലേക്ക് എത്തുന്ന വിദേശ സഞ്ചാരികളുടെ എണ്ണം, പ്രത്യേകിച്ച് നമുക്കറിയാം കോവിഡിന് ശേഷം, പ്രളയത്തിന് ശേഷം അതൊക്കെ തന്നെ ഒന്ന് നേരെ ചൊവ്വയായി വരുന്ന സമയം കൂടിയാണ് കഴിഞ്ഞ 3 വർഷത്തിന് ശേഷം എന്നുള്ളത്. അതായത് വിദേശ വിനോദസഞ്ചാരികളെ മാത്രമല്ല നമ്മുടെ ടൂറിസം മേഖല പ്രധാനമായും ആഭ്യന്തര സഞ്ചാരികളെ കൊണ്ടുകൂടിയാണ്. കേരളത്തിൽ നിന്നുള്ളവർ മാത്രമല്ല, കേരളത്തിന് പുറത്തു നിന്നുള്ള മറ്റ് നഗരങ്ങളിൽ നിന്നുള്ള ആഭ്യന്തര സഞ്ചാരികളെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ ടൂറിസം സീസണിലടക്കം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരം സഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കാൻ കഴിയുന്ന, പ്രത്യേകിച്ചും സമയം കുറച്ചുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങൾ, കേരളത്തിന്റെ കൂടുതൽ ഭൂഭാഗങ്ങൾ കാണാൻ കഴിയുന്ന വിധത്തിലേക്ക് അതിനെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. ശ്രീ ടൂറിസം ഈ കേരളത്തിലെ കൊച്ചിയിലെ സംരംഭകനായ ശ്രീ പ്രദീപ് ഉണ്ട്. എങ്ങനെയാണ് ഈ ഒരു സംരംഭത്തെ എങ്ങനെയാണ് കാണുന്നത്? വളരെ നല്ലതാണ്. ഇത് പണ്ടേ തുടങ്ങേണ്ടതായിരുന്നു. ഇത് ടൂറിസത്തെ ഒരു ഉയർന്ന നിലയിലേക്ക് കൊണ്ടുവരുമെന്ന് സഹായിക്കുന്നു. ടൂറിസം സംരംഭകരൊക്കെ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇറ്റ്സ് ഗുഡ്. ഒരു വലിയൊരു ട്രാവൽ ഏജന്റ് ആണ്. കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ ഷെഡ്യൂൾഡ് ആയിട്ട് റെഗുലർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്ത ഡെഫിനറ്റ്ലി ഇറ്റ് ബി എ സക്സസ്. അക്സെപ്റ്റൻസ് ഉണ്ട്. അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസം സെന്ററുകളൊക്കെ കേന്ദ്രീകരിക്കാൻ കഴിയും. ഡെഫിനറ്റ്ലി. എന്തായാലും ഈ സീ പ്ലെയിനിലേക്ക് ഇപ്പോൾ എൻട്രി ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. കാരണം അതിലുള്ള ആളുകളൊക്കെ അതിലുണ്ടായിരുന്ന ജീവനക്കാരടക്കമുള്ളവർ, വൈമാനികർ അടക്കമുള്ള ആളുകളെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവരുമായുള്ള അഭിമുഖം അടക്കമുള്ളവ ചിത്രീകരിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹലോ സർ, how do you feel after landing here in Kochi? It's very beautiful. Very beautiful. Very beautiful city. Yes. So, how do you hopeful about this thing? Better talk to Yogesh. ഓക്കെ. എന്തായാലും അല്പസമയത്തിനകം തന്നെ അവരുടെ ബ്രീഫിംഗ് ഉണ്ടാവും എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ജലവിമാനം ഏതാണ്ട് 3:20 കൊച്ചിയിൽ ലാൻഡ് ചെയ്ത ജലവിമാനമാണ്. ആ ജലവിമാനത്തിന് അടുത്തേക്കാണ് നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം ഇതിനുള്ളിൽ എന്തൊക്കെയാണ് സൗകര്യങ്ങൾ, എങ്ങനെയാണ് ഇത് യാത്രക്കാർക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത് എന്നൊക്കെ തന്നെ പരിചയപ്പെടുത്താനുള്ള സൗകര്യം കൂടി. കാരണം നമുക്കറിയാം സാധാരണഗതിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ജലവിമാനം ലാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വലിയ തോതിലുള്ള സൗകര്യങ്ങൾ, വലിയ തോതിലുള്ള സമയ ക്രമീകരണങ്ങൾ ആവശ്യമാണ്. റോണി, വലിയ തോതിലുള്ള സമയ ക്രമീകരണങ്ങൾ ആവശ്യമാണ്. നാം ഇപ്പോൾ ഈ ജലവിമാനത്തിനുള്ളിലേക്ക് കയറാനുള്ള ഒരുക്കത്തിലാണ്. ഇപ്പോൾ നമ്മുടെ ക്യാമറാമാൻ റോണി ജോസഫ് ഉണ്ട്. നമ്മുടെ റോണി ജോസഫ് പ്രധാനമായും അതിലേക്ക് കയറി അതിന്റെ സൗകര്യങ്ങൾ പ്രത്യേകിച്ചും ഒരാൾക്ക് ഒരേ സമയം, അതായത് ഒരു സമയം ഒരാൾക്ക് ഉള്ളിലേക്ക് കയറാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതൊരു ചെറിയ വിമാനമാണ്. ഏതാണ്ട് ഒരു 10-12 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് ഇതിന്റെ സർവീസ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത് വളരെ കുറച്ചു പേർക്ക്
കുറച്ചു പേർക്ക് ഈ കേരളത്തിന്റെ ടൂറിസം സർക്യൂട്ടിനെ അടക്കം ബന്ധിപ്പിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന രീതിയിലാണ് ഈ വിമാന സർവീസ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. റോണി ഒന്ന് ഇവിടേക്ക് വന്നാൽ എനിക്ക് തോന്നുന്നു, കാരണം ഇതാണ് സാധാരണഗതിയിൽ ഇത്തരം വിമാനങ്ങളിൽ ഇത് ആളുകൾക്ക് കാഴ്ചകൾക്ക് സൗകര്യം ഒരുക്കുക എന്നുള്ളത് കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം സാധാരണഗതിയിലുള്ള ഒരു വിൻഡോയിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി ആളുകൾക്ക് താഴ്ന്നു പറക്കുന്ന അവസരങ്ങളിൽ സാധാരണ ഇത്തരം വിമാനങ്ങൾ അധികം ഉയർന്നു പറക്കാറില്ല. അത്തരം പറക്കുന്ന ഘട്ടങ്ങളിൽ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട്, വളരെ കൃത്യമായി തന്നെ കാഴ്ചകൾ കണ്ടുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാനുള്ള അവസരം, കേരളത്തിന്റെ കാഴ്ചകളെ പരിചയപ്പെടാനുള്ള അവസരം, അത്തരം സാധ്യതകളും സാഹചര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സീപ്ലെയിൻ സംവിധാനമാണ് ഏർപ്പെടുത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ കൊച്ചിയിൽ പറന്നിറങ്ങിയ സീപ്ലെയിനിനുള്ളിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. കേരളത്തിന്റെ വിനോദസഞ്ചാര രംഗത്ത് കേരളത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെയൊക്കെ തന്നെ, അത് കുമരകമായാലും കൊച്ചി ആയാലും മാട്ടുപ്പെട്ടി ആയാലും മൂന്നാർ ആയാലും മലമ്പുഴ ആയാലും, അങ്ങനെ കേരളത്തിന് എത്രയോ വലിയ വിനോദസഞ്ചാര സാധ്യതകൾ നിരത്തുന്ന എത്രയോ വലിയ സ്ഥലങ്ങളുണ്ട്, എത്രയോ വലിയ സൗകര്യങ്ങളുണ്ട്. അത്തരം സ്ഥലങ്ങളൊക്കെ തന്നെ വളരെ വേഗം വിനോദ സഞ്ചാരികൾക്ക്, അത് ആഭ്യന്തര സഞ്ചാരികളായാലും വിദേശ സഞ്ചാരികളായാലും ഒക്കെ തന്നെ അവർക്കെല്ലാവർക്കും വന്നിരുന്ന് കാണാനും പരിചയപ്പെടാനും വളരെ വേഗം കൊച്ചിയുടെ തീരത്തുകൂടി പോകാനും ഒക്കെ കഴിയുന്ന വലിയ സാധ്യതകൾ കൂടി തന്നെയാണ് ഇത് പരിശോധിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം കേരളത്തിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, കോസ്റ്റൽ ദൂരം എന്ന് പറയുന്നത്, കാരണം നമുക്കറിയാം അത് എത്രയോ വലിയ നമ്മുടെ ഭൂഭാഗം എത്രയോ വലിയ വ്യത്യസ്ത സ്ഥലത്തിലുള്ള ഭാഗങ്ങളെ നമുക്ക് നൽകുന്നുണ്ട്. അത് സമതലങ്ങളായാലും തീരപ്രദേശങ്ങളായാലും മലമ്പ്രദേശങ്ങളായാലും തടാകങ്ങളായാലും ഒക്കെ തന്നെ നമുക്കറിയാവുന്നതാണ്. അവയൊക്കെ തന്നെ ഒരു ഞൊടിയിട കൊണ്ട്, കുറച്ചു സമയം കൊണ്ട് ഒരു ആകാശ കാഴ്ചയിലൂടെ പരിചയപ്പെടാൻ കഴിയുന്ന സൗകര്യം ഇത് ഒരുക്കുക എന്നുള്ളതാണ്. കാരണം ടൂറിസം ഡെസ്റ്റിനേഷൻ എന്നുള്ളത് മാത്രമല്ല, അവിടെ പോയി പരിചയപ്പെടുകയും പരിശോധിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ഒരു ആകാശ കാഴ്ചയിലൂടെ നമ്മുടെ കേരളത്തിന്റെ, നമ്മുടെ ടൂറിസത്തിന്റെ, നമ്മുടെ വിനോദസഞ്ചാരത്തിന്റെ സാധ്യതകളെ പരമാവധി പരിചയപ്പെടുകയും പരിശോധിക്കുകയും ചെയ്യുക എന്നുള്ളത് കൂടിയാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ തീരങ്ങളെ, നമ്മുടെ മലമേഖലകളെ, നമ്മുടെ പർവ്വതങ്ങളെ, നമ്മുടെ പശ്ചിമഘട്ടങ്ങളെ, നമ്മുടെ കടലാഴങ്ങളെ ഒക്കെ തന്നെ ആളുകൾക്ക് വളരെ വേഗം കാണുന്നതിനും അറിയുന്നതിനും പരിചയപ്പെടുന്നതിനും വേണ്ടിയുള്ള അവസരം ഒരുക്കുക എന്നുള്ളത് കൂടി തന്നെയാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അത്തരത്തിൽ രൂപകൽപ്പന ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര സാധ്യതയാണ്. കാരണം എത്രയോ നാളുകൾക്ക് മുമ്പ്, എത്രയോ കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ പുറത്ത് നാം ഇത്തരത്തിലുള്ള ഒരു വിനോദസഞ്ചാര സാധ്യത, ഇത്തരത്തിലുള്ള ഒരു സീപ്ലെയിൻ സംവിധാനം കേരളത്തിന് പുറത്ത്, വിദേശങ്ങളിലടക്കം യൂറോപ്പിലടക്കം ഇത്തരത്തിൽ തീരങ്ങളുള്ള നല്ല ജലവിധാനങ്ങളുള്ള സ്ഥലങ്ങളിലടക്കം എത്രയോ മുമ്പേ തന്നെ നാം പരീക്ഷിച്ചറിഞ്ഞ ഒന്നാണ് ഇത് എന്ന് പറയേണ്ടി വരും. പക്ഷേ അതിനുമപ്പുറത്ത് നമുക്ക് ഇതിന്റെ സാധ്യതകൾ ഇത്രയും കാലം എത്ര കണ്ട് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു എന്നുള്ളിടത്താണ് വലിയ ചോദ്യങ്ങൾ ഉയരുന്നത്. അത് കഴിയാതെ വന്നു എന്നുള്ളിടത്താണ് ഇത്രയും കാലം നമ്മുടെ വിനോദസഞ്ചാര സാധ്യതകൾക്ക് ലോകഭൂപടത്തിൽ നാം എത്രത്തോളം പിറകിലായിരുന്നു എന്നൊരു ചോദ്യം കൂടി പല ഘട്ടങ്ങളിൽ പല കോണുകളിൽ നിന്നായി ഉയർന്നു വന്നത്. എന്തായാലും അതിന്റെ ഒരു തുടർച്ച എന്ന നിലയിൽ കൂടി തന്നെയാണ് ഇതിനെ നാം കാണേണ്ടത്. സർ, could you talk something? Yeah, sure. Okay, how many people can travel at a time in this? So this is a 19-seater aircraft currently configured into 15 seats. So currently 15 people can travel on this aircraft. So what when a traveler comes and flies in this one, what will be the main peculiarity of this one? So you fly in a So this is an amphibian aircraft, which means it can take off from a land and land on a water, and it can take off from water and land on a water also. So this is something peculiar where you can utilize the natural resources like dams, lakes and rivers, where you don't need an infrastructure to land this plane. You just need a water runway, which is readily available, and you can use that infrastructure to land this aircraft. We did it today. There was no construction of an airport or aerodrome or a waterdrome here. We just landed and we are just hooking to a dock which was used for boats and all. So this aircraft help us to connect India, rural India, and connect between the tourist destination where the infrastructure is a challenge, where it is a green region or where the environmental things is a challenge. We can use this aircraft to connect different locations. Okay, എന്തായാലും കേരളത്തിന്റെ കൊച്ചിയുടെ വിനോദസഞ്ചാര സാധ്യതകളിലേക്ക് വഴിയും വാതിലും തുറന്നിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ജലവിമാനം കൊച്ചിയുടെ ആകാശത്ത് നിന്ന് കൊച്ചിയുടെ ജലവിധാനത്തിലേക്ക് പറന്നിറങ്ങിയിരിക്കുന്നത്. അമ്പിളി. ശരി ജോഷി, ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.